അസ്സലാമു അലൈക്കും മൈ ഡിയേഴ്സ്. ഇന്ന് മിസ് നിങ്ങൾക്ക് ഒരു പുതിയ ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടേം 2ൻ്റെ ലെസൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ടേം 1-ൽ നമുക്ക് 2 യൂണിറ്റാണ് ഉണ്ടായിട്ടുള്ളത്, അൽ-വഹദത്തു ലൂല, അൽ-വഹദത്തു സാനി. അപ്പോൾ നമ്മൾ സാലിസ് മുതൽ 3-ാമത്തെ യൂണിറ്റും 4-ാമത്തെ യൂണിറ്റുമാണ് നമുക്ക് സെക്കൻഡ് ടേമിൽ ഇൻക്ലൂഡ് ആവുന്നത് കേട്ടോ. അപ്പോൾ അൽ-വഹദത്തു സാലിസ്, അതായത് 3-ാമത്തെ യൂണിറ്റിന് ഒരു പേരുണ്ട്. ആ പേരാണ് ഖത്തറു മത്വർ. ഖത്തറു മത്വർ. ഈ ഖത്തറു മത്വർ എന്ന യൂണിറ്റിൽ നമുക്ക് 4 ലെസൺസ് ആണുള്ളത്. മിനൽ ജബലി ഇലൽ ബഹരി, ഫസ്റ്റ് ലെസൺ. സെക്കൻഡ് ലെസൺ ഹൽ തുസ്വാഹിബുനി. തേർഡ് ലെസൺ മാ ഉൻ നഹർ. ഫോർത്ത് നുസൂസുൻ ഖയ്യിമ. ഇങ്ങനെ 4 ലെസൺസ് ആണ് നമുക്ക് 3-ാമത്തെ യൂണിറ്റിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ 1-ാമത്തെ ലെസനായ മിനൽ ജബലി ഇലൽ ബഹരി എന്ന ലെസണിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. അപ്പോൾ 1-ാമത്തെ ലെസണിലോട്ട് മിസ് പോകുന്നതിന് മുമ്പ് മിസ് നിങ്ങൾക്ക് ആദ്യം ഒരു പിക്ചർ കാണിച്ചു തരണം കേട്ടോ. നോക്കിയേ മക്കൾ, ആ പിക്ചർ നോക്കിയേ. എന്താണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത്? മാദാഫി സൂറ. എന്താണ് ആ പിക്ചറിലുള്ളത്? ഹൽ റഅയ്തും മിസ്ലഹു. നിങ്ങളിതുപോലെ ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ആ പിക്ചറിൽ? മക്കളൊന്ന് നോക്കി പറഞ്ഞ്, എന്താണ് ആ പിക്ചറിൽ? ഒരു വരണ്ട ഭൂമിയിലോട്ട് മഴ പെയ്യുന്നു അല്ലേ? നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു വരണ്ട ഭൂമിയിലോട്ട് നിങ്ങൾ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ എന്തിനെ കുറിച്ചാവും നമ്മൾ ഇനിയിപ്പോൾ ലെസൺ എടുക്കാൻ പോകുന്നത്? എന്തായിരിക്കും നമ്മുടെ ടോപ്പിക്ക്? വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? വാട്ടറിനെ കുറിച്ചിട്ട് അല്ലേ? വെള്ളത്തെ കുറിച്ചിട്ടും മഴയെ കുറിച്ചിട്ടും പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി നമ്മുടെ ഈ ലെസൺ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ നമുക്ക്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന്? നമ്മളുടെ ഭൂമിയിലുള്ള വെള്ളം അല്ലേ, കടലിലും പുഴയിലൊക്കെ ഉള്ള വെള്ളം നീരാവിയായി ആകാശത്തേക്ക് പോയി അതൊരു കറുത്ത മേഘമായി മാറി ആ മേഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴ പെയ്യണ സമയത്ത് ഇരുണ്ട ഇതായിരിക്കും അല്ലേ, ഇരുട്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു തണുത്ത കാറ്റൊക്കെ വീശാറുണ്ട് അല്ലേ? അപ്പോൾ ഈ കറുത്ത മേഘങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇരുട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ കാറ്റ് വീശുമ്പോഴാണ്, ഒരു തണുത്ത കാറ്റ് വീശാറില്ലേ, ഈ കാറ്റ് വീശുമ്പോഴാണ് മേഘങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്. ഈ മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് എന്ത്, നമ്മുടെ ഇടിയില്ലേ. മിസ്സിന് ഏറ്റവും പേരുള്ള സംഭവമായിട്ട് ഇടിയും മിന്നലും. അതുപോലെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചമാണെന്ത്, മിന്നൽ കേട്ടോ. അപ്പോൾ ഇടിയേക്കാളും ഡേഞ്ചറാണെന്ത്, മിന്നൽ. ഷോക്ക് ഏൽക്കുന്നതൊക്കെ നമുക്ക് ഏതിൽ നിന്നാണ്? മിന്നലിൽ നിന്നാണ് കേട്ടോ. ഇടി ശബ്ദം മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് ഡേഞ്ചറല്ല. പക്ഷേ മിന്നൽ അങ്ങനെയല്ല, വളരെ ഡേഞ്ചറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇടി വെട്ടുമ്പോഴും മിന്നൽ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മോട് കുറേ സേഫ്റ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഇടി മഴയൊക്കെ പെയ്ത് ഭൂമിയിലോട്ട് ഈ വെള്ളം, ആദ്യം മഴ പെയ്യുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ആദ്യം മഴ പെയ്യുന്നത് എവിടെയാണ്? മലമുകളിലാണ്. ഉയർന്ന സ്ഥലങ്ങളിലാണ് ആദ്യം മഴ പെയ്യുക. അങ്ങനെ മഴ പെയ്ത് ആ മഴവെള്ളം ഒഴുകി പല ഭാഗങ്ങളിലോട്ടായിട്ട് തിരിയുന്നു. കുറേ നദിയിലേക്കും പുഴയിലേക്കും കുളത്തിലേക്കും അരുവിയിലേക്കും അതുപോലെ തോട്ടിലേക്കും അങ്ങനെ പല ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, തിരിയാണ് കേട്ടോ. അപ്പോൾ മിസ് ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോണത് ഒരാൾ നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ്. ഒരാൾ കേട്ടോ. ആരാണ് ആളെന്നറിയോ? നമുക്ക് നോക്കാം ആരാണ് ആളെന്നുള്ളത്. മിനൽ ജബലി ഇലൽ ബഹരി. മിനൽ ജബലി ഇലൽ ബഹരി. ഹൽ താരിഫുനി അന സ്വദീഖുക.
القادم من الجبل في البداية كنت عينا هزيلة وفي الطريق صاحبتني الجداول فصرت نهرا أجري إلى البحر ليلا نهارا أسقي الإنسان والحيوانات والطيور والنباتات والأشجار. ഇനി നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. മിനൽ ജബലി മലയിൽ നിന്ന്, ഇലൽ ബഹരി കടലിലോട്ട്. മിസ് ആദ്യം പറഞ്ഞു അല്ലേ, ആദ്യം മഴ പെയ്യുന്നത് എവിടെയാണ്? മലമുകളിലാന്ന് പറഞ്ഞു അല്ലേ. അവസാനം ഈ വെള്ളം എവിടെ എത്തുന്നത്? കടലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ പറയുന്ന ആളുണ്ടല്ലോ, ആളെ പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. നോക്ക് എങ്ങനെയാണ് പരിചയപ്പെടും നോക്കാം. ഹൽ താരിഫുനി എന്നെ നിങ്ങൾക്കറിയുമോ? അന സ്വദീഖുക ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. അൽ ഖാദിമു ഞാൻ വരുന്നു, മിനൽ ജബലി മലയിൽ നിന്ന്. ഞാൻ എവിടുന്നാണ് വരുന്നത്? മലയിൽ നിന്നാണ് വരുന്നത്. ഫിൽ ബിദായ എൻ്റെ തുടക്കത്തിൽ ഞാൻ വരുന്ന സമയത്ത് കുന്തു ഐനൻ ഹസീല ഞാനാണെങ്കിൽ ഒരു കൊച്ചു അരുവിയായിരുന്നു. വഫിത്തൊഴുക്കി അങ്ങനെ കൊച്ചരുവിയായിട്ട് ഞാൻ ഇങ്ങനെ ഒഴുകി വരുമ്പോഴാണ് വഫിത്തൊരീക്കി വഴിയിൽ വെച്ച് സ്വഹബ്തനി എന്നോടൊപ്പം കൂടി അൽ ജദാവിലു നമ്മുടെ തോട് എന്ത് ചെയ്തു? എന്നോടൊപ്പം അങ്ങോട്ട് കൂട്ടുകൂടി. ഫസീർത്തു നഹ്റൻ അപ്പം ഞാൻ ആരായിട്ട് മാറി? ഒരു പുഴയായിട്ട് മാറി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മലമുകളിൽ നിന്ന് ഒരു കുഞ്ഞരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ വഴി വെച്ച് ആരെന്നെ കൂടെ കൂടി? ഒരു കനാല്, ഒരു തോട് കൂടിയപ്പോൾ ഞാൻ എന്തായി മാറി? ഒരു പുഴയായി മാറി. അജിരി ഞാൻ ഒഴുകുന്നു, ഇലൽ ബഹരി കടലിലേക്ക്, ലൈല നഹാറ രാത്രിയും പകലും. ലൈല മീൻസ് നൈറ്റ്, നഹാറ് ഡേ. അപ്പോൾ രാത്രിയും പകലും ഞാൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒഴുക മാത്രം അല്ലാട്ടോ ചെയ്യുന്നത്. അസ്കി ഞാൻ വെള്ളം കൊടുക്കും. ആർക്ക്? അൽ ഇൻസാന മനുഷ്യന്മാർക്ക്. വൽ ഹയവാനാത്ത് അതുപോലെ എനിമൽസിന് മൃഗങ്ങൾക്ക്. വത്തുയൂറ പക്ഷികൾക്ക്. വനബാത്താത്ത് ചെടികൾക്ക്. വൽ അഷ്ജാർ മരങ്ങൾക്ക്. ഞാൻ ഈ കടലിലോട്ട് പുഴയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ വെറുതെ ഒഴുകിപ്പോവല്ല, ഞാൻ മരങ്ങൾക്കും ചെടികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മുടെ നെഹർ, നമ്മുടെ പുഴയെക്കുറിച്ച് ഒരു സെൽഫായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് അല്ലേ. പുഴ എന്ത് ചെയ്തു? പുഴയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ പുഴനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ലെസന് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോഴുണ്ടാ നമ്മുടെ ഉറാബും നമ്മുടെ റാബിറ്റ് അർണബും ഫീലും താവൂസൊക്കെ കൊണ്ട് പറയണ് ഞങ്ങൾക്കും ഞങ്ങളെക്കുറിച്ച് പറയണമെന്ന്. അപ്പോൾ ആദ്യം നമ്മുടെ ഉറാബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കാക്ക ക്രോ. എന്താ ഉറാബ് പറഞ്ഞത്? അന ഉറാബുൻ ഞാൻ ഒരു കാക്കയാണ്. അന തോയിറൻ സ്വഗീർ ഞാനാണെങ്കിലോ ഒരു സ്മോൾ ബേർഡാണ്, ഒരു കുഞ്ഞു പക്ഷിയാണ്. ലൗനി അസ്വാത്ത് എൻ്റെ കളറാണെങ്കിലോ കറുത്ത കളറാണ്, കറുപ്പാണ്, ബ്ലാക്കാണ്. ലീ മിൻകാറുൻ ഹാദുൻ എനിക്കാണെങ്കിലോ ഭയങ്കര ഷാർപ്പായ മൂർച്ചയുള്ള കൊക്കുണ്ട് കേട്ടോ. അക്കൂമു ബി തൻലീഫിൽ ബി ഞാൻ എന്ത് ചെയ്യും? പരിസരമെല്ലാം വൃത്തിയാക്കും. അസ്കുനു അല ഷജറ ഞാൻ എന്ത് ചെയ്യും? മരത്തിന് മുകളിലാണ് താമസിക്കുന്നത്. നമ്മുടെ കാക്ക എന്താ പറഞ്ഞത്? ഞാൻ കാക്കയാണ്, ഞാൻ ചെറിയൊരു ബേർഡാണ്, കറുത്ത പക്ഷിയാണ്, എനിക്ക് നല്ല ഷാർപ്പായ മൂർച്ചയുള്ള കൊക്കുണ്ട്, ഞാൻ പരിസരമെല്ലാം വൃത്തിയാക്കുന്നൊരു പക്ഷിയാണ്, ഞാൻ മരത്തിന് മുകളിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ അർണബ് റാബിറ്റ് നീ ഇപ്പം നിന്നെ മാത്രം പറഞ്ഞാൽ പോരാ, അന്യം കൂടിയും പറയും. പക്ഷെ ഞാൻ പറയില്ല. എന്ത് ചെയ്യും?
ഞാൻ ഹിൻഡ് തരാം, എന്നെക്കുറിച്ച് പറയാനുള്ള പോയിൻ്റ് ഞാൻ തരാം, അത് വെച്ച് എന്ത് ചെയ്യണം, പറയണം. അപ്പം നിങ്ങൾ കുട്ടിയോട് അർണബും നമ്മുടെ ഫീലും താവൂസൊക്കെ പറയാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള പോയിൻറ്റ്സ് ഞങ്ങൾ തരാം ഞങ്ങളെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോയിൻ്റ് വെച്ചിട്ട് ഞങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ. അപ്പോൾ അർണബിനെ കുറിച്ചിട്ടും ഫീലിനെ കുറിച്ചിട്ടും താവൂസിനെ കുറിച്ചിട്ടും പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉറാബിന് എഴുതിയ പോലെ ഇതും എഴുതണം. അതുകൂടാതെ ഇവിടെ ഒരു ബോക്സസ് ഉണ്ട് അല്ലേ, ഈ ബോക്സിൽ ഒരു പൂച്ചേനെ, ഒരു ക്യാറ്റിനെ വരയ്ക്കാം. ക്യാറ്റിനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഉറാബ് എഴുതിയ പോലെ ക്യാറ്റിനെ കുറിച്ചും എഴുതാം. ദെൻ അതിന് ശേഷം ഇവിടെ കണ്ട, ഇവിടെ ഒരു യെല്ലോ കളർ കണ്ട നിങ്ങൾ, ഇതിൽ നുക്കാത്തു അൽ മുനാഖിഷ എന്ന് കണ്ട, അതിലൊന്നാമത്തത് ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദത്ത്, മക്കാനുൽ മീലാത്ത്, ഒമ്ര, ഇസ്മുൽ മദ്രസ, സൊഫ്, ഒൻവാൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നതാറഫു ബൈനന എന്ന ഒരു സൈഡ് ഹെഡിങ് കണ്ടില്ലേ, അവിടെ അനാന്ന് മാത്രമുണ്ട് അല്ലേ. ബാക്കി നിങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം അന എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേരെഴുതാം. അതിനുശേഷം നിങ്ങളുടെ ഫാദർ നെയിം ഇസ്മുൽ വാലിദ്, വാപ്പായുടെ പേര്. അതിനുശേഷം ഇസ്മുൽ വാലിദത്ത്, മദർ നെയിം എഴുതാം. മക്കാനുൽ മീലാദ്, നിങ്ങളുടെ ജനിച്ച സ്ഥലം എഴുതാം. ഒമ്ര, നിങ്ങളുടെ വയസ്സ് എഴുതാം. അതിനുശേഷം ഇസ്മുൽ മദ്രസ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതാം. അതിനുശേഷം അസ്വഫ്, നിങ്ങളുടെ ക്ലാസ് എഴുതാം. അതിനുശേഷം അല്ല ഒൻവാൻ, അഡ്രസ്സ് എഴുതാം. പക്ഷേ ഇതെല്ലാം എഴുതേണ്ടത് അറബിയിലാണ് എന്ന് മാത്രം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ട് എഴുതേണ്ടത്. ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അറബിയിൽ. നിങ്ങളുടെ പേരും ഫാദർ നെയിമും മദർ നെയിമും പ്ലേസും അതുപോലെ ഏജും സ്കൂളിൻ്റെ പേരും ക്ലാസ്സും എല്ലാം നിങ്ങൾ അറബിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതെവിടെയാണ് എഴുതേണ്ടത്, നതാറഫു ബൈനന എന്ന സൈഡ് ഹെഡിങ്ങിൻ്റെ താഴെ അന എന്ന് കഴിഞ്ഞതിന് ശേഷം. അന കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് ഫാദർ നെയിം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമ്മളുടെ സമയപരിമിതി കാരണമാണ് മിസ്സ് വളരെ ഷോർട്ടാക്കി മക്കൾക്ക് പറഞ്ഞു തരുന്നത്. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പറയാൻ കിട്ടും, അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ലല്ലോ ഈ സമയത്ത്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും മിസ്സിൻ്റെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും.